പുല്ലൂറ്റ് ആശാൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും സമീപ പ്രദേശങ്ങളിലെ വായനശാലകളും ചേർന്ന് പ്രതിമാസ സാംസ്കാരിക പരിപാടിയും എം.കെ. സുബ്രഹ്മണ്യന്റെ 3 പുസ്തകങ്ങളുടെ പ്രകാശനവും നടത്തി. TDP സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് T.K. ഗംഗാധരൻ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നടത്തി. പുതിയ പ്രകാശം കൊടുക്കുന്നത്, നമുക്ക് അറിവുണ്ടാകുന്നത്, നമുക്ക് വിവേകമുണ്ടാകുന്നത്, വായനയില്ലെങ്കിൽ നാം ഇരുട്ടിൽ ആയിരിക്കും എപ്പോഴും എന്ന് നമ്മൾ മാത്രമല്ല പ്രഗത്ഭരായ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായനയെപ്പറ്റി ഓർക്കുന്ന ഒരു കാര്യം, 1964 ഡിസംബറിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ ബോയ്സ് സ്കൂളിൽ പരിഷത്തിൻ്റെ 25ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ വന്ന പനമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഏതൊരു പുസ്തകവും ആദ്യം കിട്ടിയാൽ ഞാനതിൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും, പിന്നെ ഞാനതൊന്ന് മണത്ത് നോക്കും, അതിൻ്റെ നറുമണം എൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കും. അത് അക്ഷരക്കൂട്ടിൻ്റെ ഗന്ധമാണത്, അക്ഷരക്കൂട്ടിൻ്റെ ഒരു സുഗന്ധമാണത്. അത് എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വ്യാപരിച്ചിട്ടുള്ള രാഷ്ട്രീയമായിരുന്നാലും സാഹിത്യമായിരുന്നാലും അതിൻ്റെ അണുപ്രസരങ്ങളുണ്ട് എന്നുള്ളതാണ്. നോവലിസ്റ്റ് ഡോക്ടർ K. യൂസഫ്, കഥാകാരൻ PN മോഹനൻ, നഗരസഭാ കൗൺസിലർ PN രാംദാസ്, MC സുധീർ, ശ്രീ താജ് മാസ്റ്റർ, ലൈബ്രറിയൻ ഗീത ലാലു തുടങ്ങിയവർ സംസാരിച്ചു. നോവലിസ്റ്റ് M.K. സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി.